ഇനി നമ്മൾ ഈ സെഷനിൽ ദ പ്രോസസ് ഓഫ് റീകോമ്പിനന്റ് DNA ടെക്നോളജി, അതായത് ബയോടെക്നോളജിയിൽ നമ്മൾ കുറേ മെത്തേഡ്സ് ഒക്കെ പറഞ്ഞു, അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, റിയലി നമ്മൾ ആ എക്സ്പെരിമെന്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, ആ സെയിം മെത്തേഡ് വെച്ചിട്ട് നമ്മൾ എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഈ ഓരോ പ്രൊസീജിയറും ചെയ്യും എന്നുള്ളതാണ്. അത് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പ്രോസസ് ഓഫ് റീകോമ്പിനന്റ് DNA ടെക്നോളജി ഇറ്റ് ഇൻക്ലൂഡ് 5 സ്റ്റെപ്സ്. 5 സ്റ്റെപ്സ് ആണ് അതിനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഐസൊലേഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. ജനറ്റിക് മെറ്റീരിയൽ ഐസൊലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ DNA ഐസൊലേഷൻ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇഫ് വി ആർ ടേക്കിംഗ് എ പ്ലാന്റ് സെൽ എടുത്താൽ സെല്ലുലേസ് വെച്ച് ട്രീറ്റ് ചെയ്ത് അതിന്റെ സെൽ വോൾ ബ്രേക്ക് ഓപ്പൺ ചെയ്ത്, ലൈസോസൈം വെച്ച് ട്രീറ്റ് ചെയ്ത് സെൽ മെംബ്രെയിൻ ഓപ്പൺ ചെയ്ത് അതിന്റെ ഉള്ളിലുള്ള കണ്ടന്റിന്റെ മുഴുവൻ, സൈറ്റോപ്ലാസത്തിന്റെ കണ്ടന്റിന്റെ മുഴുവൻ നമ്മൾ പുറത്തെടുക്കുക. Then after that we will do the repeated centrifugation and we will do some washing step and buffer by adding the buffer, and we will treat this solution inside the test tube. We will treat with certain enzymes as protease enzyme for degradation of all protein, RNase enzyme for degradation of all RNA. At last നമുക്ക് DNA മാത്രം precipitate ചെയ്ത് കിട്ടും in the presence of chilled ethanol. ആ chilled ethanolന്റെ പ്രസൻസിൽ നമ്മൾ ഇതിനെ precipitate ചെയ്ത് സ്പൂളിംഗ് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് അതിനെ പുൾ ഔട്ട് ചെയ്യാം. ആ DNA അതിന്റെ മീഡിയെന്ന് നമുക്കതിനെ പുൾ ഔട്ട് ചെയ്യാൻ പറ്റും സ്പൂളിംഗ് മെത്തേഡ് വെച്ചിട്ട്. ഇത് സെയിം പ്രൊസീജിയർ തന്നെ നമുക്ക് ഫോളോ ചെയ്യാം ഇൻ ദ കേസ് ഓഫ് ഫംഗൽ സെൽ. ഫംഗസിന്റെ ഒരു സെല്ലിൽ നിന്നാണ് നമുക്ക് ജനറ്റിക് മെറ്റീരിയലിനെ ഐസൊലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരെ കൈറ്റിനേസ് എൻസൈം ഇൻസ്റ്റെഡ് ഓഫ് സെല്ലുലേസ് വി ക്യാൻ ട്രീറ്റ് വിത്ത് കൈറ്റിനേസ് എൻസൈം. ഇനി ബാക്ടീരിയൽ സെൽ വോളാണ് ബ്രേക്ക് ഓപ്പൺ ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് ലൈസോസൈം വെച്ച് ട്രീറ്റ് ചെയ്യാം. ബാക്കിയെല്ലാം ഇത് ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ്. നമുക്ക് അതിന് സൊല്യൂഷൻ്റെ അകത്ത് ഒരു ബഫർ സൊല്യൂഷനും അതേപോലെ തന്നെ നമ്മൾ സാമ്പിൾ ബ്രേക്ക് ഓപ്പൺ ചെയ്ത സെൽ വോളും സെൽ മെംബ്രെയിനും ബ്രേക്ക് ഓപ്പൺ ചെയ്ത സൈറ്റോപ്ലാസത്തിന്റെ കണ്ടന്റിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷൻ യൂസ് ചെയ്യണം. അതേപോലെ തന്നെ കുറെ എൻസൈംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ആവശ്യമില്ലാത്ത സാധനങ്ങളെയൊക്കെ ചോപ്പ് ചെയ്ത് കളയുക. അതായത് RNA, പ്രോട്ടീൻ, ഇതിനൊക്കെ ചോപ്പ് ചെയ്ത് കളയുക. പിന്നെ ഉള്ളത് നമുക്ക് ഇൻടാക്ട് DNA ആയിരിക്കും. ആ DNA നമുക്ക് സ്പൂളിംഗ് മെത്തേഡ് വഴി പുറത്തേക്ക് എടുക്കാവുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ DNA ഐസൊലേറ്റ് ചെയ്യുന്നത് ഫ്രം ദ ഡിഫറെന്റ് സാമ്പിൾസ്. ഓക്കെ, ആനിമൽ സെല്ലിന്റെ കേസിലാണെങ്കിൽ നമുക്ക് ലൈസോസൈം ഡയറക്റ്റ് ലൈസോസൈം വെച്ച് ട്രീറ്റ് ചെയ്താൽ മതി. പ്ലാന്റ് സെല്ലിന്റെ കേസിലാണ് സെല്ലുലേസ് എക്സ്ട്രാ ആഡ് ചെയ്യണം. ഇതിന്റെ ഈസ്റ്റിന്റെ ഒക്കെ കേസിലാണെങ്കിൽ നമ്മൾ കൈറ്റിനേസ് എൻസൈം എക്സ്ട്രാ ആഡ് ചെയ്യണം. അതേപോലെ പ്ലാന്റ് സെല്ല് ബാക്ടീരിയൽ സെല്ലിന്റെ കേസിലാണെങ്കിൽ ലൈസോസൈം വെച്ചിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. സോ ഹിയർ ദ ഐസൊലേഷൻ ഓഫ് ദ ജനറ്റിക് മെറ്റീരിയൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ we have to use a restriction endonuclease for cutting the DNA into small pieces. DNA cut ചെയ്തതിനു ശേഷം we have to separate the DNA in gel electrophoresis. Gel electrophoresis separate ചെയ്തെടുക്കുക. And we can see the DNA നമുക്ക് വേണ്ട ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ അതിൽ നിന്ന് എല്യൂട്ട് ചെയ്ത് സെപ്പറേറ്റ് ജെൽ എല്യൂഷൻ വഴി സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ജെൽ എല്യൂഷൻ വഴി സെപ്പറേറ്റ് ചെയ്ത ആ DNA നമുക്ക് അടുത്ത സ്റ്റെപ്പ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാത്തതാണ്. ദാറ്റ് ഈസ് ആംപ്ലിഫിക്കേഷൻ ഓഫ് ദ DNA. അപ്പോൾ നമ്മൾ ജെൽ എല്യൂഷൻ വഴി സെപ്പറേറ്റ് ചെയ്തെടുത്തേക്കുന്ന DNA എന്ന് പറയുന്നത് ഒരുപാടൊന്നും കാണില്ല, വളരെ കുറച്ച് നമ്പർ മാത്രമേ കാണുള്ളൂ. സോ വി നീഡ് ടു ഇംപ്രൂവ് ദ നമ്പർ ഓർ വി നീഡ് ടു ആംപ്ലിഫൈ ദ നമ്പർ പ്രസന്റ് ഇൻ ദിസ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ്. അതായത് ആ ജീൻ ഓഫ് ഇൻട്രസ്റ്റിന്റെ നമ്പർ നമുക്ക് കൂട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് PCR. PCR ഈസ് നത്തിങ് ബട്ട് പോളിമറേസ് ചെയിൻ റിയാക്ഷൻ. കേട്ടോ, പോളിമറേസ് ചെയിൻ റിയാക്ഷൻ. ഈ പോളിമറേസ് ചെയിൻ റിയാക്ഷനിൽ യൂസ് ചെയ്യുന്ന മെഷീനാണ് PCR മെഷീൻ എന്ന് പറയുന്നത്. PCR മെഷീൻ ആക്ച്വലി ഇറ്റ് ഈസ് എ ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് മെഷീൻ. ഇത് ടെമ്പറേച്ചർ കൊണ്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു മെഷീനാണ് PCR മെഷീൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ പ്രോസസ്സും നടക്കുക. ഇവിടെ 3 സ്റ്റെപ്സ് ആണ് നടക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് ഇറ്റ് ഈസ് ഡീനാച്ചുറേഷൻ. ഡീനാച്ചുറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന DNA 2 DNA സ്ട്രാൻഡ് ആയിട്ട് ഡീനേച്ചർ ചെയ്തെടുക്കണം. അതായത് ഹൈഡ്രജൻ ബോൺസ് ബ്രേക്ക് ചെയ്തിട്ട് 2 DNA സ്ട്രാൻഡ്സ് ആയിട്ട് മാറ്റണം. അതായത് സിഹിയോ ഇതൊരു DNA സ്ട്രാൻഡ് ആണെന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി സെപ്പറേറ്റഡ് ഇൻ ടു 2 സ്ട്രാൻഡ്സ് by the denaturation process. Denaturation process ചിലപ്പോൾ നമ്മൾ അത് ഓരോ DNA-ക്കും വ്യത്യാസം ഉണ്ടാവും. അതായത് ഇപ്പോൾ ഒരുപാട് വലിയ സ്ട്രാൻഡ് ആണെങ്കിൽ നമ്മൾ വെരി ഹൈ ടെമ്പറേച്ചർ വി നീഡ് ടു അപ്ലൈ ആസ് 90 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ 72-74 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ഡീനേച്ചുറേഷൻ നടക്കും. അതേപോലെ തന്നെ GC പെയർ കൂടുതലാണെങ്കിൽ ആ DNA-ക്ക് സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് കുറേ കൂടുതലായിരിക്കും. ആ കേസിൽ നമ്മൾ ഒരുപാട് ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഡീനേച്ചുറേഷൻ ടെമ്പറേച്ചർ എനിവേ ഇറ്റ് ഈസ് ഹൈ ടെമ്പറേച്ചർ, ഇറ്റ് ഈസ് മോർ ദാൻ 70 ഡിഗ്രി സെൽഷ്യസ്. മോർ ദാൻ 70 ഡിഗ്രി സെൽഷ്യസ് ആണ് ഡീനേച്ചുറേഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സോ ഹിയർ we can see
ഡീനാച്ചുറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അനീലിംഗ് ആണ്. അനീലിംഗ് എന്ന് പറഞ്ഞാൽ ഈ അനീലിംഗ് സ്റ്റെപ്പിൽ നമുക്ക് കാണാൻ പറ്റും ദ പ്രൈമർ വിച്ച് വിൽ ബി ആഡഡ് റെഡിമെയ്ഡ് ഇൻ ടു ദ മീഡിയം. നമ്മളൊരു പ്രൈമർ റെഡിമെയ്ഡ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും. അപ്പൊ നമുക്ക് ഇവിടെ 2 DNA സ്ട്രാൻഡ് ഉണ്ട്. ഒരെണ്ണം എന്താ ഇങ്ങനെ ഇരിക്കുന്നതും ഇത് 5 പ്രൈം 3 പ്രൈം ഡയറക്ഷനിലുള്ള ഒരു സ്ട്രാൻഡ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് 3 പ്രൈം 5 പ്രൈം ഡയറക്ഷനിലുള്ള അടുത്ത സ്ട്രാൻഡും ഉണ്ട്. അതും എക്സ്പോസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. സോ ഇവിടെ വന്നിട്ട് ഒരു പ്രൈമർ ദാ ഇവിടെ ആഡ് ചെയ്യും, ഒരു പ്രൈമർ ദാ ഇവിടെ ആഡ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ അനീലിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. ജോയിനിങ് ദ പ്രൈമർ ടു ദ ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. പ്രൈമർ ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ അനീൽ ചെയ്ത് കാണുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാ, അനീലിംഗ് എന്ന് പറയാം. അതുപോലെ നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് ദ polymerization reaction. Next one it is polymerization or chain extension. പോളിമറൈസേഷൻ റിയാക്ഷൻ നടത്തുന്ന ഇവിടെ ഒരു സ്പെഷ്യൽ എൻസൈം ആണ്. കാരണം DNA പോളിമറൈസ് എൻസൈം നാച്ചുറലി ആയിട്ട് പോളിമറൈസേഷൻ നടത്തുന്ന എൻസൈം നമ്മളിവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഹൈ ടെമ്പറേച്ചറിന് ടോളറന്റ് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ പോളിമറൈസ് എൻസൈം വിച്ച് ഈസ് യൂസ്ഡ് ഹിയർ ദാറ്റ് വിൽ ബി ടാഗ് പോളിമറൈസ്. ഈ ടാഗ് പോളിമറൈസ് ഐസൊലേറ്റ് ചെയ്യുന്ന തെർമസ് അക്വാറ്റിക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയ എന്നാണ്. തെർമസ് അക്വാറ്റിക്കസ് ഇറ്റ് ഈസ് എ thermophilic bacteria, അതായത് ഹൈ ടെമ്പറേച്ചറിൽ കാണുന്ന ഒരു ബാക്ടീരിയ ആണ്. സോ ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ ദ എക്സ്റ്റെൻഡിങ് ദ പ്രൈമേഴ്സ് ഇൻ ബോത്ത് ദ ഡയറക്ഷൻ. സോ ഹിയർ this primer it will be extended in 5 prime 3 prime direction, and this primer it will be extended in 5 prime 3 prime direction. So നമുക്ക് ഒരു ഒറ്റ സൈക്കിളിൽ തന്നെ നമുക്ക് എത്ര സ്ട്രാൻഡ് കിട്ടിയെന്ന് നോക്കിയേ. we got 2 strands from 1 DNA strand. ഒരു DNA സ്ട്രാൻഡ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. ഡീനാച്ചുറേഷൻ നടന്ന് 2 ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആയിട്ട് മാറി. അനീലിംഗിൽ 2 ടെംപ്ലേറ്റിൽ ഓരോ പ്രൈമർ ആഡ് ചെയ്തു. അതേപോലെ തന്നെ അതിന്റെ എക്സ്റ്റൻഷന്റെ സമയത്ത് we could understand this single DNA it has been divided into 2 DNA. ഇങ്ങനെ ഒരു 10-30 സൈക്കിൾ എത്തുമ്പോഴത്തേക്ക് നമുക്ക് ബില്യൺസ് ഓഫ് DNA we will get. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ ഒരുപാട് പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്ത് ഒരുപാട് ജീൻസ് നമുക്ക് ഒരു തരത്തിലും ജീൻ മിസ് ആവില്ലാത്ത തരത്തിൽ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ വെച്ചിട്ട് നമ്മൾ അതിനെ ആംപ്ലിഫൈ ചെയ്തെടുത്തു. അപ്പോൾ ആംപ്ലിഫിക്കേഷൻ സ്റ്റെപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ദാറ്റ് യു ഹാവ് ടു റിമെമ്പർ. ഓക്കെ, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ഇറ്റ് ഈസ് എ ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് റിയാക്ഷൻ. ദർ വി ആർ അപ്ലൈയിങ് ദ ടെമ്പറേച്ചർ. ഇവിടെ അനീലിംഗിന്റെ സമയത്ത് നമ്മൾ ടെമ്പറേച്ചർ കുറച്ച് കൊടുക്കണം കേട്ടോ. Annealing in which the temperature it will be less around 40 degrees Celsius or 37 degrees Celsius, like that. When we are reducing the temperature only annealing will occur. Temperature reduce ചെയ്യാതെ annealing നടക്കില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ആ മെഷീനിൽ നമ്മൾ ആ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഇത്ര സമയത്തേക്ക് 72 ഡിഗ്രിക്ക് മേലെ, ഇത്ര സമയത്തേക്ക് 40-45 ഡിഗ്രി സെൽഷ്യസ് അനീലിംഗ് ടെമ്പറേച്ചർ. ദെൻ അഗെയിൻ ഈ അനീലിംഗ് ടെമ്പറേച്ചർ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ എക്സ്റ്റൻഷന് വേണ്ടിയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ, അതായത് ആ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ പോളിമറൈസേഷന് വേണ്ടിയിട്ടുള്ള ടെമ്പറേച്ചർ സെറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഡീനാച്ചുറേഷൻ ടെമ്പറേച്ചർ. അപ്പോൾ ആ ഡീനാച്ചുറേഷൻ ടെമ്പറേച്ചറും അനീലിംഗ് ടെമ്പറേച്ചറും എക്സ്റ്റൻഷൻ ടെമ്പറേച്ചറും ഇങ്ങനെ 3 ടെമ്പറേച്ചറും 3 പർട്ടിക്കുലർ ടൈം ഇന്റർവെല്ലിൽ നമ്മൾ കീപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ആ സൈക്കിൾ അങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് നടന്നു പോയിക്കോളും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. അതിനകത്ത് 3 സ്റ്റെപ്പ്: ഡീനാച്ചുറേഷൻ, അനീലിംഗ് ആൻഡ് എക്സ്റ്റൻഷൻ. എക്സ്റ്റൻഷൻ വിൽ ബി ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ എൻസൈം കോൾഡ് ആസ് ടാഗ് പോളിമറൈസ്. ഈ ടാഗ് പോളിമറൈസ് ഐസൊലേറ്റ് ചെയ്യുന്ന തെർമസ് അക്വാറ്റിക്കസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ എന്നാണ് ടാഗ് പോളിമറൈസ് ഐസൊലേറ്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ 3ാമത്തെ സ്റ്റെപ്പ്. Then after that we have to treat this gene of interest with our plasmid, which was cut with the same restriction endonuclease which is used for cutting the DNA. നമ്മുടെ DNA കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണോ യൂസ് ചെയ്ത് അതേ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വെച്ച് കട്ട് ചെയ്ത പ്ലാസ്മിഡിനെ നമ്മൾ യൂസ് ചെയ്യണം ഫോർ ദ ലൈഗേഷൻ പ്രോസസ്. ആൻഡ് ലൈഗേഷൻ ഇറ്റ് വിൽ ബി ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലൈഗേസ് എൻസൈം. ലൈഗേസ് എൻസൈമിന്റെ പ്രസൻസിൽ പ്ലാസ്മിഡിനെയും ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെയും കൂടി ഒരുമിച്ച് നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്യുമ്പോൾ ലൈഗേഷൻ നടക്കും. ദേ വിൽ ഫോം ദ റീകോമ്പിനന്റ്. ഈ റീകോമ്പിനന്റിനെ നമ്മൾ ഹോസ്റ്റ് ഓർഗാനിസത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇവിടെ ഹോസ്റ്റ് ഓർഗാനിസത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മൾ ബാക്ടീരിയയുടെ കേസ് മാത്രം പറഞ്ഞിരുന്നു അല്ലെ. ബാക്ടീരിയയുടെ കേസിൽ ബാക്ടീരിയയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ദാറ്റ് പ്ലാസ്മിഡ് വിച്ച് ഈസ് ക്യാരിങ് ദ റീകോമ്പിനന്റ് DNA, when it is inserted inside the bacteria, it will undergo several multiplication and it make multiple copy number and it will show the expression there. അവിടുന്ന് നമുക്ക് വേണമെങ്കിൽ പ്രോഡക്റ്റിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ആ റീകോമ്പിനന്റ് ഉള്ളത് ഏതൊക്കെ ബാക്ടീരിയയിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റീകോമ്പിനന്റിന് മാത്രം വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ആ റീകോമ്പിനന്റിന്റെ ക്ലോൺ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പ്ലാന്റ്സിൽ ഇതിന്റെ ക്ലോൺ ഉണ്ടാക്കി എടുക്കണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബാക്ടീരിയയാണ് അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ്. അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസിലേക്ക് നമ്മൾ ഈ റീകോമ്പിനന്റ് DNA കൊടുത്തിട്ട്
അതിനെ വെച്ചിട്ട് നമ്മൾ പ്ലാന്റിലേക്ക് ഇൻസേർട്ട് ചെയ്താൽ, അതായത് റീകോംബിനന്റ് DNA അഗ്രോബാക്ടീരിയം ത്രൂ അഗ്രോബാക്ടീരിയം നമ്മൾ ആ റീകോംബിനന്റ് DNA ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷൻസ് ആക്ട് ആസ് ദ വെക്ടർ. അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷൻസ് ഇറ്റ് ആക്ട് ആസ് വെക്ടർ and it will transfer that gene to the plant. And ഈ agrobacterium tumefaciens ഒരു TI plasmid ഉണ്ട്. ഈ TI plasmid എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡ് ആണ്. സോ ഈ ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡിന് ഒരു കപ്പാസിറ്റി ഉണ്ട്. ഇറ്റ് വിൽ ബി able to insert inside the DNA of plant cell. Plant cellന്റെ DNA-ലേക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റിയും അതേപോലെ തന്നെ ആ പ്ലാന്റ് സെല്ലിലെ DNA-നെ ഒരുപാട് പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ആ ഒരു കപ്പാസിറ്റിനെ അവിടെ നിലനിർത്തിക്കൊണ്ട് അതിന്റെ വിറുലൻസിനെ മാത്രം സെപ്പറേറ്റ് ചെയ്ത് ആ വിറുലന്റ് ജീൻ ഇരിക്കുന്നിടത്ത് നമ്മൾ നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് കൊണ്ടുവച്ചാൽ ആ വിറുലന്റ് ജീൻ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, എത്ര വിഗറസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതേപോലെ നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യും. അതുകൊണ്ട് തന്നെ അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷൻസിനെ നമ്മൾ ഒരു വെക്ടർ ആയിട്ട് പ്ലാന്റ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മൾ റിട്രോവൈറസസ് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ വെക്ടർ ഇൻ ദ കേസ് ഓഫ് ആനിമൽസ്. ആനിമൽസിലേക്ക് നമ്മൾ ഒരു പ്ലാസ്മിഡ് അല്ലെങ്കിൽ റീകോംബിനന്റ് DNA കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് റിട്രോവൈറസസ് ആണ്. Okay, in the animals we are using the retroviruses. Okay, അത് വേറൊരു തരത്തിലുള്ള gene of the insertion of recombinant DNA into the host organism. പിന്നെ recombinant DNA host organismത്തിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് ബാക്ടീരിയയുടെ കേസിൽ കോമ്പീറ്റൻസി ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാന്ന് പറഞ്ഞു. അതേപോലെ തന്നെ വേറെ കുറച്ച് മെത്തേഡ്സും കൂടി ഉണ്ട്. ദാറ്റ് ഈസ് we can see micro injection വഴി ഏലിയൻ DNA ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഹോസ്റ്റ് സെല്ലിലേക്ക് ഇൻജെക്ട് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആനിമൽ സെല്ലിന്റെ ന്യൂക്ലിയസിന്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഈ മൈക്രോ ഇൻജെക്ഷൻ വഴി നമ്മൾ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ റീകോംബിനന്റ് DNA അല്ല ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ ഡയറക്റ്റ് നമുക്ക് ആനിമൽ സെല്ലിന്റെ ഉള്ളിലേക്ക് ഇൻജെക്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ബൈ മൈക്രോ ഇൻജെക്ഷൻ. അതുപോലെ പ്ലാന്റ് സെല്ലിന്റെ ഉള്ളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും ഈ ജീൻ ഓഫ് ഇൻട്രസ്റ്റിന്. ദാറ്റ് ഈസ് കോൾഡ് ആസ് ബയോളിസ്റ്റിക് ഓർ ജീൻ ഗൺ. The tungsten or gold coated DNA, it will be bombarded inside the nucleus of the plant cell. Plant cell ന്റെ ഉള്ളിലേക്ക് ബോംബാർഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന DNA-നെ അതിന്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പൊ DNA-നെ ഒരു ഹോസ്റ്റ് ഓർഗാനിസത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പല മെത്തേഡ്സും ഉണ്ട്. ചിലപ്പോൾ അത് ക്ലോണിങ്ങിന് വേണ്ടിയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ബാക്ടീരിയയുടെ ഉള്ളിലേക്കൊക്കെ റീകോംബിനന്റ് DNA ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമ്മൾ കോമ്പിറ്റൻസി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതല്ലാതെ നമ്മൾ ഡയറക്റ്റ് ഇപ്പോൾ പ്ലാന്റ്സിന്റെ ഉള്ളിൽ ആ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഒരുപാട് മൾട്ടിപ്ലൈ ചെയ്യിപ്പിക്കണം എന്ന് വെച്ചാൽ നമ്മൾ അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷൻസിന്റെ ഉള്ളിലിരിക്കുന്ന TI പ്ലാസ്മിഡിനെ പ്ലാസ്മിഡ് ആയിട്ട് അല്ലെങ്കിൽ വെക്ടർ ആയിട്ട് യൂസ് ചെയ്താൽ മതി. ആ TI പ്ലാസ്മിഡിന്റെ ആ ട്യൂമർ ഇൻഡ്യൂസിങ് ഫാക്ടർ എവിടെയാണോ ഇരിക്കുന്നത് അതിനെ ആ വിറുലൻസ് മാത്രം എടുത്ത് കളഞ്ഞ് അവിടെ നമ്മൾ നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ കൊടുത്തിട്ട് അതിനെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ എത്ര വിഗറസ് ആയിട്ട് ഒരു ട്യൂമർ അതിൻ്റെ ഉള്ളിൽ വളരുമോ അതേപോലെ വിഗറസ് ആയിട്ട് അല്ലെങ്കിൽ ആ ട്യൂമർ ഇൻഡ്യൂസിങ് DNA അതിനകത്ത് മൾട്ടിപ്ലൈ ചെയ്യും. അത്ര വിഗറസ് ആയിട്ട് നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ആ പ്ലാന്റ് സെല്ലിൽ മൾട്ടിപ്ലൈ ചെയ്തോളും. അതുപോലെ ആനിമൽസിന്റെ ഉള്ളിലേക്കൊക്കെ ആണെങ്കിൽ നമുക്ക് വെക്ടർ ആയിട്ട് റിട്രോവൈറസസിനെ യൂസ് ചെയ്യാം. റിട്രോവൈറസസ് എന്ന് പറയുന്നത് എന്താണ്? RNA വൈറസസ് ആണ്. RNA വൈറസസ് സാധാരണ ഓൺകോജനിക് ആയിട്ടുള്ള വൈറസസ് ആണ്. അത് പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യും. അതിന് പെട്ടെന്ന് നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റിലേക്ക് നമ്മുടെ ക്രോമസോമൽ DNA-ലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള കഴിവും കൂടെ ഉണ്ട്. അപ്പൊ ആ രണ്ട് കേപ്പബിലിറ്റി ഉപയോഗിച്ച് നമുക്ക് ആനിമൽ സെല്ലിലൊക്കെ പെട്ടെന്ന് ഇതിനെ ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡ്, അല്ലെങ്കിൽ ആനിമൽ സെല്ലിൽ ഈ ജീൻ ഓഫ് ഇൻട്രസ്റ്റിന്റെ നമ്പർ കൂട്ടിയെടുക്കാൻ അല്ലെങ്കിൽ ക്ലോൺ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് റിട്രോവൈറസസ് വെച്ച് ട്രീറ്റ് ചെയ്യുന്നത്. അതേപോലെ വേറൊരു മെത്തേഡ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ദ ആനിമൽ സെൽ ഡയറക്ട്ലി ഇൻജെക്ടിങ് ദ gene of interest inside the nucleus of animal cell, that is by micro injection. അതേപോലെ വേറൊരു മെത്തേഡാണ് ബയോളിസ്റ്റിക് ഓർ ജീൻ ഗൺ എന്ന് പറയുന്നത്. അതിനകത്ത് ടങ്സ്റ്റൺ കോട്ടഡ് ഓർ ലെഡ് കോട്ടഡ് DNA വിൽ ബി ബോംബാർഡഡ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ് ഓഫ് ദ പ്ലാന്റ് സെൽ. ആ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹോസ്റ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്ത കുറേ മെത്തേഡ്സ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. അതുപോലെ തന്നെ we can see the foreign product is obtaining in the host organism. അത് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്ന ലോവർ ഓർഗാനിസത്തിന്റെ കേസിലാണ്. നമ്മൾ പറഞ്ഞു if we are making the recombinant DNA inside a lower organism, if we are allowing to grow this microorganism in large scale in bioreactors and
we can see they are expressing the gene inside that bioreactor and they will produce a large amount of product. ആ ബയോറിയാക്ടറിന്റെ ഉള്ളിൽ അത് കുറേ വളരുകയും ചെയ്യും, അതേപോലെ തന്നെ ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ടാക്കുകയും ചെയ്യും. അതേപോലെ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് ബയോറിയാക്ടേഴ്സ് ആണ് സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടറും അതുപോലെ സ്പാർജ്ഡ് സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടറും. ഇതെന്താന്ന് വെച്ചാൽ സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടർ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ബയോറിയാക്ടർ ആണ്. അതിന് 100 to 1000 liters കപ്പാസിറ്റി ഉണ്ടാവും. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എപ്പോഴും ഫ്രഷ് മീഡിയം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിനകത്തേക്ക് കൊടുക്കുന്ന ഇനോക്കുലം അല്ലെങ്കിൽ അതിനകത്തേക്ക് കൊടുക്കുന്ന ബാക്ടീരിയ എന്ന് പറയുന്നത് നമ്മുടെ റീകോമ്പിനന്റ് ബാക്ടീരിയ ആണ്. ആ റീകോമ്പിനന്റ് ബാക്ടീരിയയിൽ നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇരിക്കുന്നുണ്ട്. ആ ജീൻ ഓഫ് ഇൻട്രസ്റ്റിന്റെ എക്സ്പ്രഷൻ നമുക്ക് ആ റീകോമ്പിനന്റ് ബാക്ടീരിയയിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ റീകോമ്പിനന്റ് ബാക്ടീരിയ വളർന്നു വരുന്നതനുസരിച്ച് വി ക്യാൻ റിമൂവ് ദ മീഡിയ ഫ്രം ദ ബോട്ടം റീജിയനിൽ നിന്ന് യൂസ് ചെയ്ത മീഡിയനെ മാറ്റിയിട്ട് നമ്മൾ ഫ്രഷ് മീഡിയ ആഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്ന സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടറിലാണ് രണ്ട് കേസസിൽ കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടറിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫ്രഷ് മീഡിയ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ നമുക്ക് ആ സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടർ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ബയോറിയാക്ടർ നോക്കി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഹാവിങ് എ സിലിണ്ടറിക്കൽ ഷേപ്പ്. ഒരു സിലിണ്ടറിക്കൽ ഷേപ്പാണ്. അതിന്റെ ബോട്ടം വന്നിട്ട് ഒരു കർവ് ഷേപ്പിലായിരിക്കും. അതേപോലെ വി ക്യാൻ സി കൾച്ചർ ബ്രോത്ത് ഇറ്റ് ഈസ് കണ്ടിന്യൂസ്ലി ഫിൽഡ് ഇൻസൈഡ് ദാറ്റ്. കൾച്ചർ ബ്രോത്തിനെ ഇങ്ങനെ എയറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിറിംഗ് മെക്കാനിസം കാണാൻ പറ്റും. അതേപോലെ തന്നെ ആ സ്റ്റിറിംഗ് മെക്കാനിസവും ഈ പറയുന്ന എയറോബിക് റിയാക്ഷൻസും അവിടെ നടക്കുന്നതുകൊണ്ട് ഉണ്ടാവുന്ന എയർ ബബിൾസിനെ ബ്രേക്ക് ചെയ്ത് കളയണം. എയർ ബബിൾസ് ആ ബ്രോത്ത് അവിടെ ഉണ്ടാവാം, അങ്ങനെ ഒരു എയർ ബബിൾസ് അവിടെ ഉണ്ടാവാൻ പാടില്ല. ഫോം ഫോർമേഷൻ ഷുഡ് നോട്ട് ഒക്കർ. ആ ഫോം ഫോർമേഷനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോം ബ്രേക്കറും കാണും. അപ്പോൾ ഫോം ബ്രേക്കറും അതുപോലെ കണ്ടിന്യൂസ് എയർ സപ്ലൈ ഡ്യൂ ടു ദിസ് എജിറ്റേഷൻ, ഇതൊക്കെ ബാക്ടീരിയയുടെ എനോർമസ് ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ബാക്ടീരിയ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിത്ത് ബാക്ടീരിയ വി ക്യാൻ റിമൂവ് ദാറ്റ് പർട്ടിക്കുലർ സ്റ്റഫ് വിച്ച് ഈസ് ഓൾഡ് വൺ. അതായത് ആദ്യം ഉണ്ടായതൊക്കെ നമുക്ക് ഇങ്ങനെ പതുക്കെ മാറ്റിയെടുക്കാം അതിൻ്റെ അകത്തുനിന്ന്. ദെൻ ആഫ്റ്റർ ദാറ്റ് വി ക്യാൻ ഗോ ഫോർ ദ ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്. ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് അടുത്ത ടാങ്കും കൂടി ഒന്ന് നോക്കിക്കോ. ദാറ്റ് ഈസ് സ്പാർജ്ഡ് സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടർ. അതിൻ്റെ അകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സിലിണ്ടറിക്കൽ ഒരു ഷേപ്പ് ഒന്നും അല്ല, അത് കുറച്ചും കൂടെ വിസ്താരമുള്ള ഒരു ടാങ്ക് പോലത്തെ സ്ട്രക്ചറാണ്. അതുകൊണ്ട് തന്നെ അവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയറേഷൻ കൂടുതലായിരിക്കും. മറ്റേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ ഇരുന്ന് ഇതാ ഇങ്ങനെ കുംഭം പോലെയാണ് ഇരിക്കുന്നത് അല്ലേ. ദ അതർ വൺ ഇറ്റ് ഈസ് പ്ലെയിൻ ആൻഡ് വി ക്യാൻ സീ ദർ ദ surface area it is more in the both bottom as well as the top level, and we can see the oxygen it is supplied in the form of bubbles itself. അവിടെ ഓക്സിജൻ സപ്ലൈ ചെയ്യുന്ന ബബിൾ ഫോമിൽ തന്നെയാണ്. അതുപോലെ ഗ്യാസ് എൻട്രെയിൻമെന്റ് ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ദിസ്. അത് കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ് ബബിൾസിന് അതിനകത്തേക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ബബിൾസ് ഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് ഫോം ഫോർമേഷനെയൊക്കെ ഒന്നും പ്രിവെന്റ് ചെയ്യത്തക്ക രീതിയിൽ ഫോം ബ്രേക്കറും ഉണ്ട് അതിനകത്ത്. Then after that we can see it will produce enormous quantity of this product of that particular recombinant DNA that can be separated out. The separation and purification of this product from the bacteria that is called as the downstream process. ആ സെപ്പറേഷനും പ്യൂരിഫിക്കേഷനും നമ്മൾ പറയുന്ന പേരാണ് ഡൗൺസ്ട്രീം പ്രോസസ്സിംഗ്. ഡൗൺസ്ട്രീം പ്രോസസ്സിംഗ് എളുപ്പമാണെങ്കിൽ മാത്രമാണ് നമ്മൾ ഇതുപോലെ ഒരു ബയോടെക്നോളജി അപ്ലൈ ചെയ്തുകൊണ്ട് ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം ഉണ്ടാക്കുകയും ആ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിൽ റീകോമ്പിനന്റ് DNA പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്താൽ അത് ലാഭകരമാവുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് നമുക്ക് എക്സ്പെൻസ് ഉണ്ട്. ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് വളരെ ബുദ്ധിമുട്ടാണ്, അതിൻ്റെ പ്യൂരിഫിക്കേഷൻ ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഇറ്റ് വിൽ നോട്ട് ബി വർത്ത് ടു മേക്ക് ദിസ് മച്ച് എഫേർട്ട്. അത് നമ്മൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്നതിൻ്റെ അത്രയും വർത്ത് ആവില്ല നമ്മൾ ഈ പറയുന്ന ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് ഈസി ആയില്ലെങ്കിൽ. സോ ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് ഈസി ആവോ ഇല്ലയോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ എപ്പോഴും ലാർജ് സ്കെയിലിൽ ഒരു പ്രോഡക്റ്റ് റീകോമ്പിനന്റ് ഓർഗാനിസം വഴി ഉണ്ടാക്കിയെടുക്കുള്ളൂ. അതിനൊരു എക്സാമ്പിളാണ് എസ്ക്രീഷ്യ കൊളൈന്ന് നമ്മൾ ചെയ്തെടുക്കുന്ന ഇൻസുലിൻ ഹോർമോൺ. ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എസ്ക്രീഷ്യ കൊളൈ ഇൻ ലാർജ് സ്കെയിൽ ആൻഡ് ദ ഡൗൺസ്ട്രീം പ്രോസസ്സിംഗ് ഓഫ് ദിസ് ഇറ്റ് ഈസ് വെരി ഈസി. ത്രൂ കണ്ടിന്യൂസ് എഫേർട്ട് കൊണ്ടാണ് അവരങ്ങനെ ഒരു ഡൗൺസ്ട്രീം പ്രോസസ്സിംഗ് ഈസി ആവത്തക്ക രീതിയിൽ അങ്ങനെ ഒരു മെക്കാനിസം കണ്ടുപിടിച്ചത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ഇത്രയും ഒരു പ്രോസസ്സ് നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ അതിൻ്റെ ടെക്നോളജീസ് ഫുള്ള് പറഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഓരോ സ്റ്റെപ്പും പറഞ്ഞത്. അതിനകത്ത് നമ്മൾ പറയാതിരുന്നത് DNA ഐസൊലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ചിൽഡ് എത്തനോൾ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ പ്രസിപ്പിറ്റേഷൻ ഓഫ് ദ DNA. ഓക്കെ, ഒരിക്കൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ DNA പുറത്തെടുക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേര് സ്പൂളിംഗ് എന്നാണ്. ഓക്കെ,
അതേപോലെ ദിസ് വൺ സെക്കൻഡ് സ്റ്റെപ്പ് കട്ടിങ് സെപ്പറേഷൻ ഓഫ് ദ DNA. അത് DNA കട്ട് ചെയ്തിട്ട് അത് ജെൽ ഇലക്ട്രോഫോറസിസ് വഴി സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ജെൽ എല്യൂഷൻ. അതുപോലെ ആംപ്ലിഫിക്കേഷൻ ഓഫ് DNA ബൈ PCR ടെക്നിക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. PCR, it is a temperature gradient machine. There 3 steps it is occurring in 3 different temperature, that is denaturation temperature, annealing temperature and extension temperature. അതേപോലെ ഈ നെക്സ്റ്റ് വൺ ഇൻസേർഷൻ ഓഫ് ദിസ് റീകോംബിനന്റ് DNA into host organism. പ്ലാന്റ്സിലും അനിമൽസിലൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ ഇപ്പോഴാണ് പറഞ്ഞത്. That also you have to remember. അതേപോലെ obtaining the foreign gene product. നമ്മൾ ഫസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഫോറിൻ ജീൻ പ്രോഡക്റ്റിന് ഒപ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത്രയും വലിയ ടാങ്കിലൊന്നും വളർത്തി നോക്കണ്ട. We have to do that in a very small scale and we should understand how difficult it is, how easy it is, how useful it is. അത് എത്ര എക്കണോമിക്കലി നമുക്ക് അഫോർഡബിൾ ആണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമ്മൾ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അത് മുതിരുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്തത് ബയോറിയാക്ടറിൽ 100,000 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ബയോറിയാക്ടറിൽ ഈ ബാക്ടീരിയനെ വളർത്തി അതിനകത്തുനിന്ന് നമ്മൾ ആ പ്രോഡക്റ്റിനെ സെപ്പറേറ്റ് ചെയ്തെടുത്ത് ദാറ്റ് കൊമേഴ്ഷ്യലി ഇഫ് വി ക്യാൻ അപ്ലൈ, ദാറ്റ് ഈസ് ദ സക്സസ് ഓഫ് ബയോടെക്നോളജി ഹിയർ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബയോടെക്നോളജിയുടെ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിൽ പഠിക്കാനുള്ള കുറേ ആപ്ലിക്കേഷൻസ് ആണ്. ബയോടെക്നോളജി കൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, ഈ ആപ്ലിക്കേഷൻസ് ഒക്കെയാണ് നമുക്ക് അടുത്ത സെഷനിൽ പഠിക്കാനുള്ളത് കേട്ടോ. സോ വിൽ സ്റ്റഡി ഇൻ ദ നെക്സ്റ്റ് ചാപ്റ്റർ ഇറ്റ്സ് ആപ്ലിക്കേഷൻ.